ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദന വന്നോന്നറിഞ്ഞപ്പോ അങ്ങോട്ടൊന്നും വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്രകാശേട്ടൻ ഇവിടെ ആകെ കോള് മാറി നടക്കോ. ഓ, അത് വേറൊന്നും അല്ല നാത്തൂനെ. അച്ഛന്റെ വർക്ക്ഷോപ്പ് ഇരിക്കുന്ന പുരയിടവേ വിൽക്കാനുള്ള ശ്രമത്തില പ്രകാശും മനോജും. പുരയിടം വിൽക്കാനോ? അയ്യോ സുജിത്ത്, പുരയിടമല്ല, പൂക്കടയുടെ കാര്യമാണ് പറഞ്ഞത്. പൂക്കടയുടെ. പൂക്കടയോ? നാത്തൂൻ എന്താ പൊട്ടം കളിക്കാണോ? ഈ പൂക്കടയുടെ അപ്പുറത്തുള്ള കോഴി ഫാമിലെ നല്ല നാടൻ കോഴി കിട്ടുമെന്ന് സതീശേട്ടൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു. ജയിലിലേക്ക് കിടന്നിട്ട് വന്നതല്ലേ, ഞാൻ പോയേ കുറച്ച് ചിക്കൻ കറി വാങ്ങിച്ചു കൊടുക്കട്ടെ. ആ ശരി. അയ്യോ, ഞാനെന്ത് മണ്ടത്തിലായി പറഞ്ഞേ. അച്ഛന്റെ വർക്ക്ഷോപ്പ് ഇരിക്കുന്ന സ്ഥലം പ്രകാശും മനോജും ചേർന്ന് വിറ്റ് കാശാക്കാനുള്ള പരിപാടിയാ എന്ന വിവരം ഒരിക്കലും സുജിത്ത് അറിയാൻ പാടില്ലായിരുന്നു. അതോർക്കാതെ ഞാനങ്ങ് പറഞ്ഞു പോയി. അപ്പൊ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ട് ഒരു തമാശ പറഞ്ഞതാണെന്നൊക്കെ സുചിത്രയോട് പറഞ്ഞ് ഒരു പരുവത്തിൽ സുചിത്രയുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞു. അത് രക്ഷയായി. എന്താ ജഗ, സുഖം തന്നെയല്ലേ? ജഗന് ചായ വല്ലതും വേണോ? വേണ്ട ചേച്ചി. അല്ല, സുചിത്രേച്ചിയായിട്ടാണോ ചേച്ചി ഫോണിൽ സംസാരിച്ചത്? അതെ അനിയ, ഞങ്ങള് വെറുതെ നാട്ടുകാര്യങ്ങൾ സംസാരിച്ചതാ. വസന്തേച്ചി സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല. തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. വെറുതെ ഒരു നമ്പർ ഇട്ട് നോക്കാം. ജഗൻ എന്താ ആലോചിക്കുന്നേ? ഈ പ്രകാശേട്ടനെ ഒരു മണ്ടന്. അതെന്താ? അച്ഛന്റെ വർക്ക്ഷോപ്പ് ഇരിക്കുന്ന സ്ഥലമേ നല്ല സൂപ്പർ ഏരിയ. അവിടെ വസ്തുവിനൊക്കെ നല്ല വില കിട്ടും. ചേട്ടത്തിക്ക് മണ്ണളന്ന് വില ചോദിക്കാം. സെന്റിന് എത്ര കിട്ടും? 5 ലക്ഷം കിട്ടുമോ? ഒരു സെന്റിന് ഇപ്പൊ 5 ലക്ഷോ? അല്ല, ചേട്ടത്തി ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്. ചുരുങ്ങിയതൊരു 15 ലക്ഷം എങ്കിലും കിട്ടും. 15 ലക്ഷം രൂപയോ? അതെ. അച്ഛനെ ഒന്ന് രക്ഷപ്പെടുത്താൻ സോമനങ്ങൾ ഇത് ചൂട് വിലക്ക് വാദിച്ചു കൊടുത്തതാ. കേരളയില് വരുമെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഉടമ ചൂട് വിലക്ക് വിറ്റു. 10 സെന്റ് വസ്തു ഉണ്ടാകും. സെന്റിന് 15 ലക്ഷം വെച്ച് 1.5 കോടി രൂപ കിട്ടും. അയ്യോ, 1.5 കോടി രൂപ. വർക്ക്ഷോപ്പ് ഇരിക്കുന്ന സ്ഥലം പ്രകാശേട്ടർ അച്ഛനെ കൊണ്ട് വിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ പുള്ളിക്കാരന് എന്നെ വന്ന് കണ്ടാ പോരെ. നല്ല വില കൊടുത്ത് സ്ഥലം വാങ്ങുന്ന പാർട്ടികളെ ഞാൻ ഏർപ്പാടാക്കി കൊടുക്കായിരുന്നല്ലോ. പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ, ഞാൻ ഈ കാര്യം പറഞ്ഞാലും അത് വിശ്വസിച്ച് പ്രകാശേട്ടൻ വരില്ലല്ലോ. പുള്ളിക്ക് പുള്ളിയെ തന്നെ വിശ്വാസമില്ല.